ശൈത്യയും ഷീനയും എന്ന കണ്ടസ്റ്റൻസിന് ഫസ്റ്റ് കിട്ടും എന്നുള്ളത് ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു. അത് ശരിയാണ്. അന്നത്തെ ദിവസം അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. കേട്ടും അടുത്ത കോമഡിയും ടൈമിംഗ് തെറ്റിപ്പോവുക, മറന്നു പോവുക, ബ്ലബ്ലബ അടിക്കുക, ഇതൊക്കെ അവർ സ്റ്റേജിൽ സംഭവിച്ചു. ഞാൻ ഇപ്പോഴും അത് വളരെ, എനിക്ക് ഒരു മടിയില്ല അത് പറയാൻ. ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ല. ശ്വേതാജിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അവരുടെ ശ്വേതാജിയുടെ അടുത്തല്ലല്ലോ മാപ്പ് ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിന്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സൂപ്പർ അമ്മയും മകളുടെയും പല റൗണ്ട്സിലും ഡാൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവരതിൽ മാർക്ക് മേടിച്ച് അവർ 5th പൊസിഷനിൽ അങ്ങനെയാണെങ്കിൽ വരില്ലല്ലോ. ഡാൻസ് അറിയാത്ത അമ്മയും മകളും ആണ്, അവർക്ക് എല്ലാത്തിലും മാർക്ക് കുറവാണെങ്കിൽ അവർ ആദ്യം ഔട്ട് ആവേണ്ടല്ലേ. നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു അന്ന് പെർഫോമൻസുകളൊക്കെ കണ്ടിട്ട്. പക്ഷെ അന്ന് അവർക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ തന്നെ പല പ്രാവശ്യം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ഷീന ചേച്ചിയുടെ പോലത്തെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നതാണ് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി എന്ന് ശ്വേതാജി 140 വട്ടം പറഞ്ഞിട്ടുണ്ട്. അവർ ഈ ഏജിലാണ് അവർ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അവർക്ക് അത്രയും ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉള്ളതുകൊണ്ടല്ല അവർ അത്രയും ചെയ്തത്. അവർക്ക് അത്ര ആഗ്രഹമായിരുന്നു. മോളെക്കാളും ആഗ്രഹം അമ്മയ്ക്കായിരുന്നു. എന്ത് ടാസ്ക് കൊടുത്താലും അവർ ചെയ്യും, ഒരു മടിയില്ലാതെ. അമ്മയും മകളും അച്ഛനും ഒക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും പറയുന്നത്, നിങ്ങൾ ഇവരെ മാതൃകയാക്കും, ഇവരെത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വാസിക ചെയ്തുകൊണ്ടിരുന്നത് അമൃതയില്, ഞാനൊക്കെ വന്ന ഷോയ്ക്ക് ശേഷം പിന്നെ ചെയ്തത് അമ്മയും മകളും എന്നുള്ളൊരു ഷോ ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ ഫാമിലി നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ മറ്റേതിന്റെ ഫൈനലിൽ വന്നപ്പം 5ാമത്തെ ഇത് വന്ന് നിൽക്കുന്ന ആള്, അതായത് 5th പ്രൈസ് കിട്ടിയ ഒരാള്, ആ അമ്മയും മോളും അവർക്ക് നിങ്ങൾ സമ്മാനം അനൗൺസ് ചെയ്തു. അത് കൊടുത്തപ്പോൾ അവർ ആ സമ്മാനം വാങ്ങാണ്ട് 5th പ്രൈസ് അവർ ഏറ്റുവാങ്ങിയില്ല. അവർ ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ നമുക്കൊരു ഇന്റർവ്യൂ തന്നിരുന്നു. ആ ഇന്റർവ്യൂവിൽ അവർ സ്പെസിഫിക്കലി പറയുന്നുണ്ട്, ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ സ്വാസിക ഞങ്ങളുടെ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ എൻഡ് വരെ ഞങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നിട്ട് പോലും സ്വാസിക പോലും എന്നാണ് അവർ പറഞ്ഞത്, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് ഒന്ന് പറയുകയോ ചെയ്തില്ല എന്നവരെടുത്തു പറഞ്ഞു. ഒരു വിഷമത്തോടെ ആ അമ്മ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് ആ അവരുടെ, അതായത് അവരുടെ 5th പൊസിഷൻ കിട്ടിയതിന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ, അതെയോ അവർ ഇറങ്ങിപ്പോയതിന് സപ്പോർട്ട് ചെയ്തു? അവർ ഇറങ്ങിപ്പോയപ്പോൾ സ്വാസിക പോലും ഒന്നും റിയാക്ട് ചെയ്തില്ല. ഒന്നും അല്ലെങ്കിലും സ്വാസിക സീസൺ ഫുൾ ആങ്കർ ചെയ്ത ഒരാളാണ്. ആ അമ്മയുടെ പെർഫോമൻസും മോളുടെ പെർഫോമൻസും സ്വാസിക കണ്ടതാണ് ത്രൂ ഔട്ട് അതില്. എന്നിട്ട് അവർക്ക് 5ാമത്തെ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അവരത് സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി. ഇതാണ് ഇൻസിഡന്റ്. അപ്പോൾ സ്വാസിക അതിനെ ഒന്നും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സംസാരമോ അവർക്ക് വേണ്ടി, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ, ഇപ്പം ചേച്ചിയാണെങ്കിലും നമ്മളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങോട്ട് നമ്മുടെയൊക്കെ കുറേ പൈസയൊക്കെ പോകും. നമ്മൾ സബ് ജില്ലയിൽ നന്നായിട്ട് കളിക്കും, ഫസ്റ്റ് കിട്ടും. റവന്യൂവിൽ നന്നായിട്ട് കളിക്കും. നമ്മൾ സ്റ്റേറ്റിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന A ഗ്രേഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന 2nd പ്രൈസ് വേണ്ട എന്ന് വെച്ചിട്ട് കൂടെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ കുറ്റം പറയുക, അല്ലെങ്കിൽ മൊത്തം ഗവൺമെന്റിന് കുറ്റം പറയുക, അതൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ റവന്യൂവിലും സബ് ജില്ലയിലും ഞാൻ നന്നായി കളിച്ചു, ആ കളി വെച്ചിട്ടല്ലേ എന്നെ സ്റ്റേറ്റിൽ ഇതാക്കണ്ടേ, അങ്ങനത്തെ ഒരു മാനദണ്ഡം ഇല്ല. അത് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഏതൊരു റിയാലിറ്റി ഷോൻ്റെയും ഒരു എന്താ പറയുക, മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാലയിൽ അവർ എന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊരു വെച്ചിട്ടാണ് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. അതിപ്പം നമ്മുടെ മ്യൂസിക് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഡാൻസ് റിയാലിറ്റി ഷോസ് ആയിക്കോട്ടെ, എല്ലാം നടന്നു വന്ന ആ ചരിത്രം നോക്കിയാൽ അങ്ങനെയാണ്. അവർ സെമി ഫൈനലിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ട് ഫിനാലേക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ കേട്ടിട്ടില്ലേ, 1 മാർക്കിന് നിങ്ങൾക്ക് പോയി, 0.5 മാർക്കിന് നിങ്ങൾക്ക് പോയി. ഈവൻ മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഒക്കെ അങ്ങനെ തന്നെയല്ലേ. എല്ലാം മാറിപ്പോകുന്നത് എങ്ങനെയാണ്? വേണ്ട, നമ്മുടെ സിനിമ ഇത് നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് മത്സരത്തിൽ വരും. മത്സരത്തിൽ വന്നിട്ട് മമ്മൂക്ക ഇതിനു മുമ്പ് ഭയങ്കര അഭിനയിച്ചു, അല്ലെങ്കിൽ ലാലേട്ടൻ ഇതിനു മുമ്പ് ഭയങ്കര അഭിനയിച്ചു. പക്ഷെ ആ പെർട്ടിക്കുലർ സമയത്ത് ആ ഫിനാലെ റൗണ്ടിൽ ആ ജൂറി മെമ്പേഴ്സ് എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കത് കിട്ടുള്ളൂ. പക്ഷെ അത് എല്ലാത്തിലും അങ്ങനെയാണ്. ക്രിക്കറ്റിലായിക്കോട്ടെ, ഫുട്ബോളിലായിക്കോട്ടെ, എല്ലാ പ്ലെയേഴ്സും അതിനു മുമ്പ് നന്നായി കളിക്കും. ഇപ്പൊ നമ്മൾ തന്നെ പറയും,
ഭയങ്കര ഫോമിലായിരുന്നു ആ പ്ലെയർ, ഇപ്പോൾ സപ്പോസ് ധോണി അല്ലെങ്കിൽ സച്ചിൻ ആരും ആയിക്കോട്ടെ. പക്ഷെ ഫിനാലെ അവരുടെ ഫൈനൽ മാച്ചിൽ അവർക്ക് ഫോം ആവാൻ പറ്റിയില്ല, അവർ ഔട്ടാവും. ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചിരുന്നത്. ഇവർ അതിന് മുൻപ് എല്ലാ പെർഫോമൻസും ചെയ്തപ്പോഴും ഇവർക്ക് നല്ല മാർക്സ് കിട്ടിയിരുന്നു, ചില മാർക്ക് കുറവായിരുന്നു. പക്ഷെ അന്നത്തെ ഫിനാലെ റൗണ്ടിൽ ഇവർ ചെയ്ത 3 പെർഫോമൻസിന് ഇവർക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ആ 3 മാർക്ക് കുറവ് വെച്ചിട്ട് നമുക്ക് ഇവരുടെ പഴയ മാർക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഫിനാലയിൽ ഇവർക്ക് മാർക്ക് കുറഞ്ഞിട്ട് പഴയത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവരെ മുന്നിലേക്ക് ആക്കുമ്പോൾ ഇന്ന് ഫിനാലയിൽ നല്ല മാർക്ക് മേടിച്ചവരോട് നമ്മൾ പിന്നെയും അതും ഒരു നീതികേടല്ല. അങ്ങനെ അല്ല, പക്ഷെ അവർ പോയിന്റ് ഔട്ട് ചെയ്ത് എന്താണെന്നറിയോ, ഇത് അവർ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിന്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യാന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ ഡാൻസിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് ഒരിക്കലും അല്ല. അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ഡാൻസ് അറിയാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് അവർ തന്നെ സമ്മതിച്ചു. നമ്മൾ ഈ സൂപ്പർ അമ്മയും മകളുടെയും പല റൗണ്ട്സിലും ഡാൻസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അവരതിൽ മാർക്ക് മേടിച്ച് അവർ 5th പൊസിഷനിൽ അങ്ങനെയാണെങ്കിൽ വരില്ലല്ലോ. ഡാൻസ് അറിയാത്ത അമ്മയും മകളും ആണ്, അവർക്ക് എല്ലാത്തിലും മാർക്ക് കുറവാണെങ്കിൽ അവർ ആദ്യം ഔട്ട് ആവേണ്ടല്ലേ. പക്ഷെ അവർ 5th പൊസിഷൻ വരെ, ഫൈനലിൽ വരെ വന്നത് ഇതേ ഡാൻസ് റൗണ്ടിൽ മാർക്ക് മേടിച്ചിട്ട് തന്നെയാണ്. അവർ കോമഡിയിൽ ഡാൻസ് കളിച്ചു, അല്ലാത്തതിൽ ഡാൻസ് കളിച്ചു, ഹിസ്റ്റോറിക്കൽ റൗണ്ടിൽ ഡാൻസ് കളിച്ചു. ഈ ഡാൻസ് കളിച്ച് തന്നെയാണ് അവർ 5th പൊസിഷനിൽ അല്ലെങ്കിൽ ഫിനാലെ വന്നത്. ആ 5 സൂപ്പർ അമ്മയിൽ വന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഡാൻസ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു, അവരൊക്കെ ആദ്യം ഔട്ടായി പോയി. അവർ ഡാൻസ് ടീച്ചറാണ്, അവരാദ്യം ഔട്ടായി പോയി. വേറെ നന്നായി ഡാൻസ് കളിക്കുന്ന കുറെ ആൾക്കാർ ആദ്യം ഔട്ടായി പോയി. ഇവർ 5th വരെ വന്നു. അപ്പൊ അങ്ങനെ ഡാൻസിന്റെ സംഭവമല്ല. ഫിനാലയിൽ നമ്മൾ കൊടുത്ത റൗണ്ടിൽ ഒന്ന് അവരുടെ സിഗ്നേച്ചർ റൗണ്ട് ആയിരുന്നു കൊടുത്തത്. ആ സിഗ്നേച്ചർ റൗണ്ടിൽ അവർക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഏത് പെർഫോമൻസ് ആയിരുന്നു അത് കാഴ്ചവെക്കാം. അവർ കാഴ്ചവെച്ചത് സ്കിറ്റ് ആയിരുന്നു. അത് തന്നെയാണ് അവരുടെ സ്ട്രോങ് ഇതും. അവർ ഇംപ്രവൈസ് ചെയ്ത് നന്നായിട്ട് അവർ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന അമ്മയും മകളും തന്നെയാണ്. പക്ഷെ അന്നത്തെ ദിവസം അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. അത് ലാൽ ജോസ് സാറും MG ശ്രീകുമാർ സാറും ശ്വേതാജിയും ഞാനും ഞാൻ പിന്നെ ജഡ്ജ്മെന്റ് പാനലിലേക്ക് പോയില്ല. പക്ഷെ ഇവർ 3 പേരുമാണ് ജഡ്ജ്മെന്റിൽ ഇരിക്കുന്നത്. അവർ എല്ലാവരും കൊടുത്ത മാർക്ക് അങ്ങനെയായിരുന്നു. 10ൽ ബിലോ ആവറേജ് മാർക്കാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് കേട്ടും അടുത്ത കോമഡിയും ടൈമിങ് തെറ്റിപ്പോവുക, മറന്നു പോവുക, ബ്ലബ്ലബ അടിക്കുക, ഇതൊക്കെ അവർ സ്റ്റേജിൽ സംഭവിച്ചു. അത് മനുഷ്യ സഹജമാണ്. നമ്മൾ പറയൂല്ലോ സരസ്വതി വിളങ്ങണം ആ സമയത്ത്. എന്നാലേ നമുക്ക് ഈ വർത്തമാനങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവര് ലൈവാ ചെയ്തത്. പക്ഷെ ഇവര് ലൈവ് ചെയ്തിട്ട് 10ൽ 10 മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഇവര് ലൈവ് സ്കിറ്റ് കോമഡി ചെയ്തിട്ട് ഫുൾ എൻറ്റയർ ക്രൂ നിന്ന് കൈയടിച്ചിട്ടുണ്ട്. പക്ഷെ അതേ ആൾക്കാർ അമ്മയും മകളുമായിട്ട് അതേപോലെ തന്നെ കോമഡി ഇവർ ചെയ്തപ്പോൾ ഇപ്രാവശ്യം അവർ പാളിപ്പോയി. അവർ ലാഗ് അടിച്ചു, അവർ അങ്ങനെ സംഭവിച്ചു പോയി. അത് അവരുടെ കുറ്റമല്ല. അപ്പം മാർക്ക് ഇടുന്ന സമയത്ത് ജഡ്ജ് അത് നോക്കിയിട്ടാണ് മാർക്ക് ഇടുള്ളൂ. പിന്നെ അവർക്ക് കൊടുത്ത ഡാൻസ് റൗണ്ട്, അതിൽ പ്രത്യേകം റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡാൻസ് അല്ല നമ്മൾ നോക്കുന്നത്, മൊത്തത്തിലുള്ള ഗ്രൂപ്പ് പെർഫോമൻസ്. അതുകൊണ്ട് അവർക്ക് ഒരു ഇതും കൂടി കൊടുത്തു, നിങ്ങളൊരു ഗ്രൂപ്പിനെ കൊണ്ടുവന്നോ, നല്ലൊരു ഡാൻസ് ടീമിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിന് ഒരു ഓവറോൾ നമ്മളൊരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ വാവ് ഭയങ്കര ഒരു കൊള്ളാം എന്ന് പറയുമല്ലോ. അത് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ അമ്മയും മകളും എന്നല്ല, നമ്മുടെ കണ്ടസ്റ്റൻസിൽ ഒരു അമ്മയും മകളും ഡാൻസ് ചെയ്യുന്നത് മാത്രമല്ല നോക്കുന്നത്. അപ്പം ഇവർ കിട്ടിയ ഗ്രൂപ്പും ഇവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഗ്രൂപ്പിന്റെ കൂടെ കളിക്കുമ്പോഴും ആ ഗ്രൂപ്പിന്റെ ഒരു എനർജിയുടെ കൂടെ ഇവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രൂപ്പിന്റെ ടൈമിങ്ങിന്റെ കൂടെ ഇവർക്ക് തെറ്റ് പറ്റുന്നു, അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ഗ്രൂപ്പ് ഡാൻസ് നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയി മാറി എന്നാണ് ജഡ്ജസ് പറഞ്ഞത്. ഇതിന് മുൻപും ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സാധനം, നമ്മളെന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ നമ്മൾ കാണാത്ത ഒരു കാര്യം അവരെടുത്ത് കൊണ്ടുവന്നു. അപ്പൊ അത് ജഡ്ജസ് അവർക്കൊരു വാവ് കൊള്ളാലോ എന്ന് തോന്നിപ്പോയി. അവരുടെ അത് എല്ലാം ശ്രദ്ധിക്കും. നമ്മൾ എടുക്കുന്ന മ്യൂസിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഡാൻസിന്. ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാലോ, ചില നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് കളിക്കുമ്പോൾ ചില പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമ്മളത് ഡാൻസ് നല്ല ആസ്വദിച്ച് കളിക്കും. പക്ഷെ കാണുന്നവർ ഉറങ്ങി തൂങ്ങിട്ട് വേറെ പാട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന പാട്ട്, നമ്മൾ ആ പാട്ട് എഡിറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ പ്രോപ്പർട്ടി, നമ്മളുടെ കോസ്റ്റ്യൂം, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ടൈമിങ്, നമ്മുടെ എനർജി. ഒരു 5 മിനിറ്റ് ഡാൻസ് നമ്മൾ കളിക്കുന്നെങ്കിലും ത്രൂ ഔട്ട് ഒരു എനർജി വേണം. പക്ഷെ അമ്മയും മകളും ഇവർക്ക് അത് ഒരു ശീലമില്ലാത്ത കാര്യമായതുകൊണ്ട് അതിനൊന്നും നമ്മൾ മാർക്ക് കുറയ്ക്കുന്നൊന്നുമില്ല. ഇത് ഡാൻസ് റിയാലിറ്റി ഷോ അല്ലാത്തതുകൊണ്ട്. പക്ഷെ മൊത്തത്തിൽ അവരുടെ ഒരു ഓവറോൾ പെർഫോമൻസ് അന്ന് വീക്ക് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു അന്ന് പെർഫോമൻസുകളൊക്കെ കണ്ടിട്ട്. പക്ഷെ അന്ന് അവർക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വേറൊന്ന് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഈ ഷോയുടെ ഇൻ ബിറ്റ്വീനിലെന്തോ നിങ്ങൾ തന്നെ വേറൊരു ഇപ്പൊ കിട്ടിയവർക്ക് ഫസ്റ്റ് അവർക്ക് കൊടുക്കും എന്നൊരു പ്രോമിസ് ചാനലിന്റെ സൈഡിൽ നിന്നും
കൊടുത്തിരുന്നു എന്ന ചാനൽസ് ആയിട്ട് ആര് കൊടുത്തു? ചാനൽ കൊടുത്തു അവർക്ക്, അതായത് പബ്ലിക് ആയിട്ട്, അതേ ഒളിച്ചും പാത്തും അല്ല, ഒളിച്ചും പാത്തും തന്നെ ആ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരെ ഇവരുടെ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ കേട്ടല്ലോ ഇവര് പറയുന്നത്, ക്രൂ മെമ്പേഴ്സ് തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് തന്നെയാ ഫസ്റ്റ് എന്ന് പറയുന്നു. അതെന്തറിയോ, ഇപ്പൊ നമ്മൾ ഇവിടെ അല്ല അത് തന്നെ അത് ഇവർക്ക് തന്നെയാന്ന് പറഞ്ഞത്. അതായത് ഈ ഷൈത്തിയും ഷീനയും എന്ന കണ്ടസ്റ്റൻസിന് ഫസ്റ്റ് കിട്ടും എന്നുള്ളത് ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു. അത് ശരിയാണ്. ഞാൻ അടക്കമുള്ള ആളുകൾ സ്റ്റേജിൽ അത് ഇവരെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ വലിയ പ്രതീക്ഷ ആയിരിക്കാം, ഞാൻ എപ്പോഴും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എനർജറ്റിക് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഇവരെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഞാനും ശ്വേതാജിയും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പറയും, നിങ്ങൾ ഇവരെ കണ്ട് പഠിക്കണം. ഇവരുടെ ഒരു എന്താ പറയാ, സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നതും എന്ത് ടാസ്ക് കൊടുത്താലും അവർ ചെയ്യും, ഒരു മടിയില്ലാതെ. അമ്മയും മകളും അച്ഛനും ഒക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും പറയുന്നത്, നിങ്ങൾ ഇവരെ മാതൃകയാക്കും, ഇവരെത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് വിചാരിച്ചു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും പേര് ഇരിക്കുമ്പം എല്ലാവർക്കും ഒരു നടനെ അല്ലല്ലോ ഇഷ്ടം. അപ്പൊ മറ്റു നടനെ ഇഷ്ടമാകുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കും. പക്ഷെ ചിലപ്പോൾ കിട്ടില്ല. അത് വെച്ചിട്ട് ഇവര്, അപ്പൊ എനിക്ക് ഏറ്റവും ഞാൻ അവർ ആ സ്റ്റേജിൽ അവർ സപ്പോർട്ട് ചെയ്ത് പറയാത്തതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ഇഷ്യൂസ് ആയിക്കോട്ടെ, എങ്ങനെ വന്നാൽ അത് പറ്റിച്ചു, അത് എന്ത് വാട്ട് എവർ, നമ്മളൊരു സ്റ്റേജിൽ നിന്ന് നമ്മൾ അത്രയും ഒരു വർഷം ആ സ്റ്റേജ് തൊഴുത് നമ്മളവിടെ ഡാൻസ് കളിച്ചു, നമ്മൾ പാട്ട് പാടി, ആ അമ്മയുടെ അരങ്ങേറ്റം ആ സ്റ്റേജിലാണ് നടന്നത്. നമ്മൾ അത് ചെയ്തു, അവർ ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റേജിൽ ചെയ്തു. അവരുടെ ലൈഫിലെ കുറെ നല്ല മുഹൂർത്തങ്ങളും, അവരുടെ എന്തോ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്തു. അവരുടെ അമ്മയായിട്ടുള്ള സ്നേഹബന്ധം, ഭർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം, മകളുമായിട്ടുള്ളത്, അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്റ്റേജ് തന്നെയായിരുന്നു. അവരിന്ന് തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് അവർ പറഞ്ഞതാണ്, ഓക്കെ ഈ സ്റ്റേജാണ് എൻ്റെ ജീവിതത്തിലെ ഈ നിൽക്കുന്ന 5 പേരും എനിക്ക് എൻ്റെ ഫാമിലി പോലെയാണ്, ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും എൻ്റെ ഫാമിലി പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആള് ഒരു 5ാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോകുന്നത്. അത് ഞാൻ ഇപ്പോഴും അത് എനിക്ക് ഒരു മടിയില്ല അത് പറയാൻ. ഒരു കലാകാരിയും അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അവർ എന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂവിൽ വന്നപ്പം അവര് ശ്വേതാജിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അവരുടെ ശ്വേതാജിയുടെ അടുത്തല്ലല്ലോ മാപ്പ് ചോദിക്കേണ്ടത്. ശ്വേതാജിയുടെ അടുത്തും അല്ലെങ്കിൽ ആൽജോ സാറിന്റെ അടുത്തും അല്ലെങ്കിൽ ചാനലിന്റെ അടുത്തും അല്ല മാപ്പ് ചോദിക്കേണ്ടത്. ദൈവമായിട്ട് നമുക്ക് തന്നൊരു കഴിവിനെ നമ്മളൊരു സ്ഥലത്ത് പ്രസന്റ് ചെയ്തു. അവിടെ നമ്മളൊന്ന് തോറ്റു പോകുമ്പോൾ നമ്മൾ ആ സമ്മാനത്തിനെയും ആ കഴിവിനെയും നമുക്ക്, അപ്പൊ അവരെന്നെ പറയണ്ടല്ലോ ഞാൻ ഒന്നും അല്ലാതായി. അതെങ്ങനെ ഒന്നും അല്ലാതാവും? നമുക്കൊരു പ്രാവശ്യം ഫസ്റ്റ് കിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ കഴിവൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല. അത് പോളിഷ് ചെയ്യാനും അത് ഇനിയും വളർത്താനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യമുണ്ട്. അവർ ഈ ഏജിലാണ് അവർ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അവർക്ക് അത്രയും ഭാഗ്യവും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടല്ല അവർ അത്രയും ചെയ്തത്. അവർക്ക് അത്ര ആഗ്രഹമായിരുന്നു. മോളെക്കാളും ആഗ്രഹം അമ്മയ്ക്കായിരുന്നു. അപ്പം ഒരു കലാകാരിയും അങ്ങനെ ഒരു നമ്മളെ വളർത്തിയ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ കാല് വെച്ച സ്റ്റേജിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പോകുന്നത്, അതുപോലെ കൂടെ നിൽക്കുന്ന ആള്. ഇപ്പം നമുക്ക് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഒരു സമ്മാനം കിട്ടുന്നത് അവിടെ നിന്ന് കണ്ട് അഭിനന്ദിക്കാന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ലക്ഷണമാണ്. അല്ലാണ്ട് മുഖം തിരിച്ച് ആർക്കാണ് സമ്മാനം കിട്ടിയത്, കാരണം അവർ പറയുന്നുണ്ട് എന്റെ അത്രയും അടുത്ത സുഹൃത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയോ ഇല്ലയോ, ആർക്കാണ് 1ാം സമ്മാനം, എന്താണ്, ഇതൊന്നും അറിയാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്കത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ, അതായത് അപ്പൊ നമ്മളെയൊക്കെ സ്നേഹിച്ചത് വെറുതെ ആണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത്രയും മോളാണ് എൻ്റെ ഇതാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടി, അവര് ഭയങ്കര സ്നേഹമായിരുന്നു. അവരെ ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പല പ്രാവശ്യം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ഷീന ചേച്ചിയുടെ പോലത്തെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നതാണ് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി എന്ന് ശ്വേതാജി 140 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വയ്യാതെ വരുമ്പോൾ അവരെ സഹായിക്കുക, ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ അവരെ സഹായിക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ ഒരാൾക്ക് സമ്മാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും നാളും അവർ ചെയ്തത് ഫേക്ക് ആണെന്ന് എനിക്ക്. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞു, അപ്പൊ എനിക്കത് ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിപ്പോയി. അതിനുശേഷം പിന്നെ ബാക്കി എന്തൊക്കെയോ അവിടെ സംഭവിച്ചു അത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, അവര് നല്ല പെർഫോമേഴ്സ് ആണ്, നല്ല അമ്മയും മകളുമാണ്, അവർ നല്ല സ്ട്രോങ് ടാലന്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ അവരൊരു സ്റ്റേജിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും ഒരു കലാകാരിക്കും ചേർന്നതല്ല. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിവുണ്ടാവണതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. സൂപ്പർ അമ്മയായാലും അച്ഛനായാലും മനുഷ്യനായാലും ഒക്കെ. ഓക്കെ, അപ്പൊ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. മേ ബി എന്റെ തെറ്റിദ്ധാരണയാവാം, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അന്ന് കാരണം എനിക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല. കാരണം നമ്മളെല്ലാവരും ഒരുപാട് സ്റ്റേജുകളിൽ നിന്ന്
എത്രയോ സ്ഥലത്തു നിന്ന് നമ്മൾ ഓഡിഷൻ നിന്ന് റിജക്റ്റ് ചെയ്ത് വിടുന്നു, എത്രയോ സ്ഥലത്തു നിന്ന് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്നു, എത്രയോ അപമാനങ്ങൾ നമ്മൾ സഹിച്ചിരിക്കുന്നു, എത്രയോ റിജക്ഷൻസ് സഹിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെയൊക്കെ ഒരു വാല്യൂ. ഒരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ അയാളുടെ സന്തോഷം, കിട്ടാതിരിക്കുമ്പോഴുള്ള വിഷമം. അപ്പൊ അങ്ങനെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ സ്വാസിക, അവരിപ്പം നമ്മുടെ ചാനലിൽ വന്ന് ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ അത് നിങ്ങൾ കണ്ടതിന് ശേഷം സ്വാസികയായിട്ടോ അല്ലെങ്കിൽ ചാനലിൽ നിന്നോ ആരെങ്കിലും അവരുടെ ഈ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അല്ലെങ്കിൽ കാര്യത്തിന്റെ സത്യാവസ്ഥ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും ചെയ്തതായിട്ട്? ചാനലിന്റെ ഭാഗത്ത് ആരെങ്കിലും വിളിച്ചോന്ന് എനിക്ക് അറിയില്ല. ഞാൻ വിളിച്ചില്ല, കാരണം എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായം പറയാനൊന്നും ഇല്ല. ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടും അറിയില്ല. പക്ഷെ അവർ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ക്വിറ്റ് ചെയ്ത് പോവാനായിട്ട് ശ്രമിച്ചു. അതാ അവരുടെ മനസ്സ് ഭയങ്കര ലോല ഹൃദയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഫീൽ ആവുന്നതാണ്. ഇതേപോലെ തന്നെ ശ്വേതാജി മാർക്ക് പറഞ്ഞ സമയത്ത് കുറഞ്ഞുപോയി, എന്തോ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല. അപ്പൊ ശ്വേതാജി ചോദിച്ചു ശ്രദ്ധിക്കണ്ടേ, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണ്ടേന്ന് എന്തോ ചോദിച്ചു. അപ്പൊ അപ്പോഴേക്കും ഷീന ചേച്ചി ബോധം കെട്ട് വീണു താഴേക്ക്. അപ്പം ശൈത്യ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു, നിങ്ങൾക്ക് സമാധാനമായില്ലേ, ഇപ്പൊ എൻ്റെ അമ്മേനെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിച്ചപ്പോൾ ശ്വേതാജി വന്നിട്ട് സമാധാനപ്പെടുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ക്വിറ്റ് ചെയ്യരുത്, ഇത് ഒരു കോമ്പറ്റീഷനാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് അവരെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന കാര്യമൊക്കെ എനിക്കറിയാം. അതല്ലാതെ ഇപ്പൊ ആരെങ്കിലും സമാധാനിപ്പിച്ചോ എന്നുള്ളത് അത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാവരും മെന്റലി ഒരു വിഷമമായിപ്പോയി എല്ലാവർക്കും. കാരണം ഇങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്തത് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയി അവരുടെ ഭാഗത്തുനിന്ന്. കാരണം അതൊരിക്കലും അതന്നെ ഈ ചെയ്യരുതാത്തൊരു കാര്യം നമ്മൾ കാണുമ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്ന് തോന്നില്ല. ഇനിയിപ്പോ അറിയില്ല, ഞാൻ പിന്നെ കൂടുതൽ അതിന്റെ അന്വേഷിക്കാൻ പോയില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഒരു സ്വാസികയുടെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ, അതായത് ഒരേ സമയത്ത് തന്നെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം തന്നെ സീരിയലിൽ അഭിനയിക്കുന്നു, അപ്പൊ തന്നെ പിന്നെ പോയിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, നായികയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു മിനി സ്ക്രീനിലേക്ക് നിന്ന് കഴിഞ്ഞാൽ സിനിമയിലേക്ക് അവർക്ക് അധികം ചാൻസ് കിട്ടില്ല എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ സ്വാസിക എന്ന് പറഞ്ഞ ആൾ സ്റ്റിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം ബിഗ് സ്ക്രീനിലും അതേപോലെ സ്മോൾ സ്ക്രീനിലും എന്ന ആങ്കറിങ്ങിലും എല്ലാത്തിലും ഒരേപോലെ തന്നെ ഇങ്ങനെ ടച്ച് പടി കേട്ടോ, അത് അങ്ങനെ തിളങ്ങി നിൽക്കുന്നതിന്. പക്ഷെ അതിൻ്റെ ബിഹൈൻഡ് എന്തെങ്കിലും ഒരു സീക്രട്ട് എന്തെങ്കിലും ഉണ്ട്? എങ്ങനെ ഇതെല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണേ? സീക്രട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്കായിട്ടൊരു സീക്രട്ട് ഒന്നുമില്ല. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അവരൊക്കെ നായികമാരായിട്ട് അഭിനയിക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നില്ല, എല്ലാവരും വിളിക്കുമ്പോൾ ഈ സീരിയൽ ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണു. അപ്പൊ എനിക്ക് അതൊരു അത് ഞാനൊരു ഭാഗ്യമായിട്ട് എന്നെ കരുതണം. അത് അങ്ങനെ ഒരു ഭാഗ്യം കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ടാണ് രണ്ടും ഈക്വലി കൊണ്ടുപോകാൻ പറ്റിയത്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ചെറിയൊരു എവിടേക്കോ ഒരു ഭാഗ്യക്കേട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് അതിലങ്ങ് ഒരു മുന്നേറാൻ പറ്റാത്തതും. എന്നാൽ ഇത്ര വർഷമായിട്ടും ഒരു ഇത് പറയില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് വരാതെ നമുക്ക് പോകാൻ പറ്റുന്നതും ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ്. ഞാൻ പിന്നെ അന്നും ഇന്നും ഒക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പൊ ക്യാമറയുടെ മുന്നിൽ എപ്പൊക്കെ നിൽക്കാൻ പറ്റിയാലും നമ്മൾ ആ ഒരു താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാം. അത് ചിലപ്പം ഇന്റർവ്യൂസ് ആയിരിക്കും, ചിലപ്പം സിനിമയായിരിക്കും, ചിലപ്പം സീരിയലായിരിക്കും, ഏതിലാണെങ്കിലും. പക്ഷെ ക്യാമറ എന്ന് പറയുന്ന സാധനത്തിന്റെ മുന്നിൽ നമ്മളുടെ ചിരി കരച്ചിൽ ആ സാധനങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റണേ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പൊ അതിന് മുന്നിൽ എപ്പോൾ നിൽക്കുമ്പോഴും നമ്മൾ ഭയങ്കര അതിനെ ആ ഒരു മൊമെന്റിനെ താങ്ക്ഫുൾ ആയിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പൊ മേ ബി ഞാൻ ഒന്നിനോട് നോ പറയാറുമില്ല. ഇപ്പൊ എന്നെ ഒരു ഷോർട്ട് ഫിലിമിന് വിളിച്ചാലും സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോയി ചെയ്യും. സീരിയലാണെങ്കിലും ചെയ്യും, സിനിമയാണെങ്കിലും ചെയ്യും, ആങ്കറിംഗ് ആണ്, സ്റ്റേജ് ഷോ ആണെങ്കിലും ഒക്കെ ചെയ്യും. എനിക്ക് അങ്ങനെ പൊതുവെ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ല ഇപ്പോ, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. ഞാൻ വേറൊരു കാര്യം ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്ന വെച്ചാൽ ഇങ്ങനെ ബിഗ് സ്ക്രീനിലൊക്കെ ചെയ്ത ആൾക്കാർ ടെലിവിഷൻ സീരിയലിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ കുറച്ചും കൂടെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു വെൽക്കമിങ് ആയിരിക്കും, അവിടെ അവർക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ട് സോൺ ആയിരിക്കും അന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ? അതേപോലെ തന്നെ സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഇപ്പം സ്വാസിക ഇപ്പൊ സീരിയൽ അഭിനയിച്ചത് കൊണ്ട് തിരിച്ച് സിനിമ ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സീരിയൽ നടിയല്ലേ അല്ലെങ്കിൽ സീരിയലല്ലേ കൂടുതലായിട്ടും ചെയ്യുന്നത്,
നല്ലൊരു ഇതല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലോ അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എന്താ ഉണ്ടായിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇപ്പൊ സീരിയലിൽ നിന്ന് വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ആ സെറ്റിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ സീരിയലിന്റെ ഇടയിൽ തന്നെയാണ് പൊറിഞ്ചുമറിയും ജോസും കട്ടപ്പന ഋത്തിക് റോഷൻ ഇട്ടിമാണി ഇതൊക്കെ ചെയ്തത് സീരിയലിന്റെ ഇടയിൽ നിന്ന് തന്നെ പോയിട്ട്. അപ്പൊ അവർക്ക് അറിയാം. പക്ഷെ ആ ലൊക്കേഷനിൽ ആരും അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. പക്ഷെ ചില ഓഫേഴ്സ് വിളിക്കുമ്പോൾ അവർ പറയും, ഓ നിങ്ങൾ സീരിയലിലായതുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടറിന്, അതായത് ഞാൻ അങ്ങോട്ടാണെങ്കിലും അവസരം ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് സീരിയലിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടർ നിങ്ങളെ കൂടി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് സീരിയലിലാവുമ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഫോണിലൂടെയൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത ലൊക്കേഷൻസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ സിനിമയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സീരിയലിൽ വെൽക്കമിംഗ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സീനിയർ ആർട്ടിസ്റ്റുകളായിരിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി സീനിയേഴ്സ് ആയിട്ടുള്ളവർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ എവിടെ ചെന്നാലും അവർക്ക് അതൊരു വാല്യൂ കൊടുക്കണം. കാരണം അവർ അത് ചെയ്ത കാര്യമാണ്, അവർ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അത് ആ വില കൊടുക്കുന്നതായിരിക്കും. കാരണം ഇപ്പം ഇടയിൽ നമ്മൾ പണ്ട് സിദ്ദിഖിക്കൊക്കെ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പഴയ നമ്മുടെ ഗീത മാം, അംബിക മാം, അവരൊക്കെ ഇപ്പം സീരിയലൊക്കെ വന്ന് ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി അവർക്ക് കൊടുക്കണം. കാരണം അവർ അത്രയും സ്റ്റാറായിട്ട് നിന്ന ആൾക്കാരാണ്, തെന്നിന്ത്യൻ നായികമാരെന്ന് പറഞ്ഞ് നിന്ന ആൾക്കാരാണ്. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ലൈക്ക് ഇങ്ങനെ എന്താ പറയാ, സീരിയലാണെന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് റൂം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, ടൈമിങ്ങും ഡേറ്റ്സ് ഒക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനും അത് കേട്ടിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അതെ, പക്ഷെ എനിക്ക് ഫോണിലൂടെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി എന്താ സ്വാസിക അഭിനയിച്ച ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയൽ എന്ന് പറയുന്നത് സീതയാണ്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്ത് എന്താ കല്യാണം ലൈവായിട്ടൊക്കെ കാണിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ആ സീരിയലിന്റെ തന്നെ സെക്കൻഡ് വേർഷൻ സീത 2 വന്നു കഴിഞ്ഞപ്പോൾ ഈ സീതയുടെ ഫസ്റ്റ് വേർഷന്റെ പോലെ അത്ര അതങ്ങ് സെറ്റായി വന്നില്ല, അത്ര ഹിറ്റായില്ല. അതെന്താണെന്ന് തോന്നുന്നത്? ഓൾറെഡി ആ സീരിയൽ ഒരു 6 വർഷം പോയ ഒരു സീരിയലാണ്. അപ്പോൾ നമ്മളൊരു സീരിയലിൽ, ഒരു മെഗാ സീരിയലിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാം കാണിച്ചു, ഇനി ഒന്നും കാണിക്കാനില്ല. പിന്നെ സെക്കൻഡ് പാർട്ട് ചാനലിന്റെ, പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ച് അങ്ങനെ ഡിസിഷൻ എടുത്തപ്പോൾ ചിലപ്പോൾ ചെയ്ത് നോക്കാം, എങ്ങാനും ഹിറ്റ് ആയാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം ഒന്നും ചെയ്യാനില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു. ആദ്യം ഇഷ്ടം, ഒരാൾ കൂടെ നടക്കുന്നു, അപ്പോൾ അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയണു, പിന്നെ അത് ഇഷ്ടമാണെന്ന് പറയണു, പിന്നെ കല്യാണം നടക്കുന്നു, കല്യാണം നടക്കാതിരിക്കുന്നു, മരിക്കുന്നു, മറിച്ച് ജീവിച്ചു വരുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ സീരിയൽ തീരുമ്പോൾ ഞങ്ങൾ ഹാപ്പി എൻഡിങ് ആയിട്ടാണ് തീർന്നത്. ഭാര്യ, ഭർത്താവ്, കൊച്ച് ഒക്കെ ആയിട്ട് സുഖമായിട്ട് ലല്ലെല്ലാം പാടി തീർത്തതാണ്. പിന്നെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ചില സിനിമകളെയൊക്കെ പോലെ സെക്കൻഡ് പാർട്ട് സീരിയലിന് അത്രയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെയാണെങ്കിലും അതിനൊരു പിഴിയാനുള്ളൊരു സാധനം കഴിഞ്ഞു. അപ്പം മേ ബി അതായിരിക്കാം ആളുകൾക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് കഥയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ റൈറ്റർ മാറി. അപ്പൊ ആദ്യത്തെ സീത എഴുതിയ റൈറ്റർ അല്ലാത്തത് കൊണ്ടും ആവാം. കാരണം അന്ന് എഴുതിയ ആൾക്ക് ആ ഒരു എസൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ കിടക്കുന്നുണ്ടാവും. പുതിയൊരാൾ വരുമ്പോൾ അയാളുടെ ശൈലി പുതിയതായിരിക്കും. അപ്പൊ ഓഡിയൻസിന് മറ്റേ ശൈലി ഓൾറെഡി മനസ്സിൽ കിടക്കുമായിരിക്കും. അങ്ങനെയും വരാം. അല്ല, വേറൊന്നും ഞാൻ കേട്ടത് വെച്ചാൽ ഏഷ്യാനെറ്റില് ചിന്താവിഷ്ടയായ സീത എന്ന് പറഞ്ഞൊരു സീരിയല്, അതിന്റെ തന്നെയാണ് ആക്ച്വലി സീത എന്ന് പറയണതെന്ന്. ഏഷ്യാനെറ്റ് ചിന്താവിഷ്ടയായ സീതയാണ് ചെയ്തത്. പക്ഷെ അതെന്തോ ഒരു എഗ്രിമെന്റ് എന്തോ ഉണ്ടായിരുന്നു, 150 എപ്പിസോഡ് എന്തോ ഉള്ളൂ, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ 150 എപ്പിസോഡ് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ സീരിയൽ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡയറക്ടർക്ക് ഒരു ആഗ്രഹം വന്നു. പക്ഷെ അപ്പം വേറൊരു ചാനലിനെ അപ്രോച്ച് ചെയ്തു. അപ്പൊ അവര് ചെയ്തപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ എവിടെയാണോ തീർന്നത് അവിടുന്ന് പുതിയതായിട്ട് ഈ ഫ്ലവേഴ്സിൽ കൊണ്ടുവന്ന് ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ഇത് ഭയങ്കര സക്സസ് ആയത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വേറൊരു റൈറ്റർ തന്നെ വരികയാണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് നല്ലൊരു ഇതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധനം കിട്ടി, നമുക്ക് സീത 3 തുടങ്ങാം എന്നെങ്ങാനും പറഞ്ഞവർ വന്നു കഴിഞ്ഞാൽ സ്വാസിക വില്ലിങ് ആയിരിക്കും? വില്ലിങ് ആണോന്ന് വെച്ചാൽ എനിക്ക് ആ ഫുൾ ടീം ഉണ്ടെങ്കിലേ ഞാൻ അത് ചെയ്യുള്ളൂ. എനിക്ക് ഇന്ദ്രേട്ടൻ വേണം, എൻ്റെ അച്ഛൻ വേണം, അമ്മ വേണം, അനിയത്തി വേണം, എൻ്റെ അനിയൻ വേണം, എന്താ പറയാ, ആ ഫുൾ ടീം, ആ ഡയറക്ടർ വേണം, ആ റൈറ്റർ വേണം, ആ പ്രൊഡ്യൂസർ, അങ്ങനെ ആ ഫുൾ ടീം ഉണ്ടെങ്കിലാണ് ഇനി ആ സീരിയൽ 3rd or 4th ഒക്കെ വന്നാൽ വിജയിക്കുള്ളൂ. പുതിയൊരാള്, പുതിയ ക്യാരക്ടേഴ്സ് ആരെങ്കിലും അതിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ അത് നിൽക്കില്ല. കാരണം അത്രയും പഴയ സാധനങ്ങളെല്ലാം എടുത്തു, ഇനിയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇനിയൊന്നും എടുക്കാനില്ല. അപ്പൊ അതേ ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചിലപ്പോ എന്നാലും ചാൻസ് ഇല്ല. ശരിക്കും ഇതിനകത്ത് നായകൻ എന്ന് പറയുന്നത് രാമനായിരുന്നില്ലേ? പിന്നെ അത് എന്തുകൊണ്ട് അത് ഇന്ദ്രനിലേക്ക് നായകൻ എന്നുള്ള ഒരു അല്ല അങ്ങനെ സ്വിച്ച് ചെയ്തത്? അത് സ്വിച്ച് ചെയ്തെന്ന് വെച്ചാൽ കഥയുടെ ഒരു ഇത് പോക്ക് പോലെ. അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു നായകൻ വില്ലൻ വഴക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറീനെ വേറൊരു ഭാവം കൊടുക്കാം എന്ന് റൈറ്റർക്ക് തോന്നിയപ്പോ ഈ വില്ലനെ നല്ലവനാക്കി,
നല്ലവനായിട്ട് തന്നെ ഇരുന്നു. പിന്നെ അങ്ങനെ ഒരു ലവ് സ്റ്റോറി ആയി, പിന്നെ അത് കല്യാണമായി, അത് പ്രശ്നമായി. പിന്നെ രണ്ട് ഭാര്യ ഭർത്താവും വേറെ വേറെ ജോഡികൾ, രണ്ടുപേർക്കും രണ്ട് സ്വഭാവമായിരിക്കും, രണ്ടുപേരുടെയും ലൈഫിന്റെ പേഴ്സ്പെക്റ്റീവ് വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ കഥ പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുവിധം എല്ലാം പോയി. അതെല്ലാം ആ റൈറ്ററിന് അപ്പൊ തോന്നിയതാണ്. ആൻഡ് ഒരു റൊമാൻറ്റിക് ട്രാക്ക് നമ്മുടെ മലയാളം സീരിയലിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മലയാളം സീരിയലിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊടുക അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വൈഫാണ്, എത്ര സ്നേഹമാണെങ്കിലും ജസ്റ്റ് ഒന്ന് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് കാണിക്കുകയാണെങ്കിലും പാല് കൊടുക്കുന്നു, പാല് കുടിക്കുന്നു, ലൈറ്റ് ഓഫ്, അങ്ങനെയായിരുന്നു സീരിയലിൽ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു ഭയങ്കര ഒരു ഇന്റിമസി സീൻസ് ഒക്കെ കൊണ്ടുവന്നത് ഈ റൈറ്ററാണ്. അല്ലെങ്കിൽ ആ ഡയറക്ടർ അതിനുള്ളൊരു ധൈര്യം കാണിച്ചു, ആ ചാനലിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചു. അപ്പൊ നമുക്ക് ആ ധൈര്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദി സീരിയൽസ് ഒക്കെ ഫോളോ ചെയ്യുന്ന മലയാളി ഓഡിയൻസിന്റെ ഇത് എടുത്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി സീരിയൽ ഫുൾ റൊമാൻസ് ആണ്, വേറെ കഥയൊന്നും ഇല്ല അതിനകത്ത് പ്രത്യേകിച്ച്. മിണ്ടിയ പാട്ട്, ഹിന്ദി സിനിമ പോലെയാണ് സീരിയൽ. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് അത്രത്തോളം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കും ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചത്. അത് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ സീരിയൽ ഇത്രയും യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ വൈറലായത്. ഈ റീൽസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പ്, അതൊക്കെ ബിൽഡ് ചെയ്തത് ആ റൊമാൻസ് വന്നുകൊണ്ടാണ്. നമ്മൾ എല്ലാം ഭയങ്കര കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് ആയിട്ട് കാണിക്കാനൊക്കെ ശ്രമിച്ചു. പ്രേമമാണെങ്കിലും അതിലെ ഇന്റിമസി ആണെങ്കിലും എല്ലാം. അപ്പം മേ ബി അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഓക്കെ. അപ്പം നമ്മുടെ സ്വാസികയെ ഞങ്ങൾ ഇപ്പോൾ സ്വാസികയുടെ ഏറ്റവും നല്ലൊരു വിശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ തിരക്ക് പിടിച്ച് വേറൊരു സിനിമ, ആ സിനിമയെക്കുറിച്ചും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരിട്ടു. പേര് ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്നാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അപ്പം MA നിഷാദ്, അദ്ദേഹത്തിന്റെ ഫാദർ ഈ ക്രൈം ബ്രാഞ്ചിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അച്ഛന്റെ കേസ് ഡയറിയിൽ നിന്ന് എടുത്ത ഒരു റിയൽ സ്റ്റോറിയാണ് ഇപ്പൊ നമ്മൾ സിനിമയാക്കുന്നത്. അപ്പം നിഷാദ് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും. അപ്പം കൂടുതൽ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു കുറ്റാന്വേഷണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഒരു അന്വേഷണത്തിന് തുടക്കം. അപ്പം ഞാൻ, ഷൈൻ ടോം, ദുർഗ, ശിവദ, പിന്നെ മഞ്ജു പിള്ള, കുറെ പേരുണ്ട്, ബൈജു ചേട്ടൻ, അലക്സാണ്ടർ പ്രശാന്ത്, ഷഹീൻ സിദ്ദിഖ്. അപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ ഈ ക്രൈം ബ്രാഞ്ച് ഓഫീസേഴ്സിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പം ഞാനും SP ആണ്. അപ്പം ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ, അതായത് ഇന്നൊരു ഇപ്പം സപ്പോസ് ഇപ്പോൾ കോട്ടയത്തെ ആ ക്രൈം ബ്രാഞ്ചിന്റെ ഡ്യൂട്ടി, അവർക്ക് ഉണ്ടാവുന്ന ഫെയിലിയർ, അതിൽ നിന്നുണ്ടായ സക്സസ്, അവരുടെ ആ കേസ് അന്വേഷിക്കുന്ന രീതി, അതെല്ലാം കാണിക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. വലിയ താരനിരയുള്ള അല്ലെങ്കിൽ ഒത്തിരി ആർട്ടിസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ഷൂട്ടിങ്ങിന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് കുറേ ദിവസങ്ങൾ. അപ്പൊ നമുക്കിനി വീണ്ടും ഈ സിനിമ എത്രയും പെട്ടെന്ന് ഇതെല്ലാം റെഡിയായി ഇതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റിലീസിനായിട്ട് നിങ്ങൾ പ്രൊമോഷന് വരുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്ക് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. രാത്രി ഒരുപാട് ലേറ്റ് ആയെന്ന് അറിയാം, എന്നാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ഭയങ്കര ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് തന്നെ സ്വാസിക സഹകരിച്ചു. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കാണാം കേട്ടോ. പ്രേമിന് ഞങ്ങളുടെ ലവ്, ഞങ്ങളുടെ അന്വേഷണം പറയാം. പ്രേമിന് പ്രേമം കൊടുക്കുക ഞങ്ങളുടെ വകയും കൂടെ. ഓക്കെ അമ്മ, ശരി, അപ്പൊ കാണാം.